പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 19 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ജസ്റ്റിസ് CS ഡയസ് പ്രതികൾക്ക് ജാമ്യം നൽകിയത്. വിചാരണ പൂർത്തിയാകുന്നതുവരെ പ്രതികൾ സംസ്ഥാനം വിടരുത്, വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത് തുടങ്ങിയവയാണ് ഉപാധികൾ. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ 2 മാസത്തിലേറെയായി റിമാൻഡിൽ കഴിയുന്ന മുഴുവൻ പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. വിചാരണ പൂർത്തിയാകുന്നതുവരെ പ്രതികൾ സംസ്ഥാനം വിടരുത്, വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത്, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് ജസ്റ്റിസ് CS ഡയസ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. പോലീസിൻ്റെയും CBIയുടെയും കേസ് ഡയറികൾ കോടതി പരിശോധിച്ചിരുന്നു. പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ജാമ്യാപേക്ഷ തള്ളണമെന്നുമായിരുന്നു CBI വാദം. കേസിൽ കക്ഷി ചേർന്ന സിദ്ധാർത്ഥന്റെ അമ്മയും ജാമ്യാപേക്ഷ തള്ളണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നും 60 ദിവസമായി റിമാൻഡിൽ തുടരുകയാണെന്നുമാണ് പ്രതികൾ വാദിച്ചത്. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ ഇനി കസ്റ്റഡിയിൽ തുടരേണ്ട ആവശ്യമില്ലെന്നും അധ്യാപകർ ഉൾപ്പെടെയുള്ളവരാണ് സാക്ഷികളെന്നും അവരെ സ്വാധീനിക്കാൻ സാധ്യതയില്ലെന്നും ഹർജിക്കാർ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. വിശദമായ വാദം കേട്ട കോടതി പ്രതികൾക്ക് ജാമ്യം നൽകുകയായിരുന്നു. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. നേരത്തെ കൽപ്പറ്റ സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.